പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ വീഡിയോ നമ്മൾ ഫ്രാക്ഷൻസ് എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി എന്നുള്ള രീതിയിൽ അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, 108 ഡിവൈഡ് ബൈ 1/3 ഓഫ് 36 പ്ലസ് 2/5 ഇൻറ്റു 3/4. ഓക്കെ, അപ്പോൾ അതിനകത്ത് നോക്കി ഈ ക്വസ്റ്റ്യൻസ് തന്നു. ഇതിനകത്ത് ഡിവിഷൻ ഉണ്ട്, ഓഫ് ഉണ്ട്, അഡിഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട് അല്ലേ. അതിനു മുമ്പ് ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ കിടപ്പുണ്ട് അല്ലേ. ഇവിടെ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ഉണ്ട് 3/4. അതിനെ ആദ്യം നമുക്കൊരു പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് അങ്ങ് മാറ്റാം. എങ്ങനെയാ മാറ്റുന്നത്? 3 × 4 + 3 അല്ലേ. 3 × 4 + 3 ഡിവൈഡഡ് ബൈ 4 എത്ര കിട്ടും? 15 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കറിയാവുന്ന റൂൾ ഏതാ? ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻസ് വരുമ്പോൾ നമ്മൾ ഏത് റൂളാണ് ഉപയോഗിക്കുന്നത്? ബോഡ് മാസ് ആണ് അല്ലേ. ബോഡ് മാസ്. ഇതിനകത്ത് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ്. ഇവിടെ ഏതെങ്കിലും ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉണ്ടോ? ഇല്ല. ദെൻ അടുത്തത് ഓഫ് അല്ലെങ്കിൽ ഓർഡർ അല്ലേ. ഇവിടെ നോക്കി, ഇവിടെ ഒരു ഓഫ് ഉണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്കത് ചെയ്യാം. 1/3 ഓഫ് 36. എന്താ ഈ ഓഫിൻ്റെ അർത്ഥം? ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു ആണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം 1/3 × 36 അല്ലേ. നോക്കി, ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാലോ. എത്ര വെച്ചാൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റുന്നത്, വെട്ടിക്കളയാൻ പറ്റുന്നതൊക്കെ വെട്ടിക്കളയുക. അപ്പം 12 ഡിവൈഡഡ് ബൈ 3 ആണ്. 12 × 3 ആണ് 36. അപ്പോൾ നമ്മൾ രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പം താഴെ 1 കിട്ടി, മുകളിൽ 12 എന്ന് കിട്ടി. അപ്പോൾ ഈ കണക്ക് നമുക്കൊന്ന് മാറ്റി എഴുതാം. 108 ഡിവൈഡഡ് ബൈ 1/3 ഓഫ് 36 പകരം നമുക്ക് എഴുതാം 12 പ്ലസ് 2/5 ഇൻറ്റു 3/4 പകരം നമുക്ക് എഴുതാം 15 ഡിവൈഡ് ബൈ 4. ഇനി അടുത്ത ഏത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? ഡിവിഷൻ അല്ലേ. ഇവിടെ നോക്കിയാൽ 108 ഡിവൈഡഡ് ബൈ 12. 108നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 108 ഡിവൈഡ് ബൈ 12 നമുക്ക് ആൻസർ കിട്ടും 9 അല്ലേ. 108നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 9 കിട്ടും. ദെൻ 9 പ്ലസ് 2/5 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 4. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത ഓപ്പറേഷൻ ഏതാ? മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. നോക്കിയാൽ മൾട്ടിപ്ലിക്കേഷൻ്റെ ഇതാണ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്തിലും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയണം. 2ഉം 4ഉം കൂടെ ഡിവൈഡ് ചെയ്യാം 2 കൊണ്ട് തന്നെ അല്ലേ. രണ്ടിടത്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇവിടെ 1 കിട്ടും, ഇവിടെ 2 കിട്ടും. ദെൻ ഇവിടെ നോക്കിയേ, 5നെയും 15നെയും നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 കിട്ടും. ഇവിടെ 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി എഴുതാം. 9 പ്ലസ് ഇവിടെ നോക്കിയേ, ന്യൂമറേറ്ററിൽ 1 × 3. 1 × 3 എത്ര കിട്ടും? 3 കിട്ടും. ഇവിടെ 1 × 2 2 കിട്ടും. അപ്പോൾ നമുക്ക് അവസാനം കിട്ടിയത് 9 + 3/2 എന്നുള്ളതാണ് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? ഈ 9ഉം 3/2 കൂടെ കൂട്ടണം അല്ലേ. നോക്കി, ഏതൊരു ഫ്രാക്ഷൻ്റെ താഴെയും എന്തുണ്ട്? ഏതൊരു നമ്പറിൻ്റെ താഴെയും എന്തുണ്ട്? 1 ഉണ്ട്. അപ്പോൾ ഈ 1 ഇട്ട് കൊടുത്താൽ ഈ 9 എന്നുള്ളത് എന്തായി? ഒരു ഫ്രാക്ഷനായി അല്ലേ. 9 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 3/2. ഇവിടെ നോക്കിയേ, രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടാനല്ലേ തന്നേക്കുന്നത്. ഇനി ഈ രണ്ട് ഫ്രാക്ഷനെ തമ്മിൽ കൂട്ടണം. ഈ രണ്ട് ഫ്രാക്ഷനെ തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേ. 9 ഡിവൈഡ് ബൈ 1 പ്ലസ് 3/2 എങ്ങനെയാണ് കൂട്ടുന്നത്? നമുക്കറിയാം, രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ കൂട്ടാൻ തരുമ്പോഴുള്ള ഇക്വേഷൻ എന്തുവാ? a/b പ്ലസ് c/d ഈക്വൽ ടു ad പ്ലസ് bc/bd അല്ലേ. ഇതാണോ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത്? ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. 9 × 2 പ്ലസ് 1 × 3 ഡിവൈഡഡ് ബൈ 1 × 2 അല്ലേ. ഡിനോമിനേറ്റർ ഗുണിച്ച് ഡിനോമിനേറ്ററിൽ 1 × 2 ആൻസർ കിട്ടും. 9 × 2 18 പ്ലസ് 1 × 3 3 ഡിവൈഡ് ബൈ 2 ആൻസർ കിട്ടും 18 പ്ലസ് 3 21 ഡിവൈഡ് ബൈ 2. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അതിനകത്തിൽ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലാണ് ആൻസർ തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 21നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10 തവണ 20 ബാക്കി 1 എന്ന് കിട്ടും. അപ്പോൾ ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് എഴുതും? ഇവിടെ കിട്ടുന്ന കോഷ്യൻ്റ് ഉണ്ടല്ലോ, അത് ആദ്യമേ എഴുതണം 10.
അപ്പോൾ കോഷ്യൻ്റ് ആദ്യം എഴുതി 10. ദെൻ എന്ത് ചെയ്യണം, ഇവിടുത്തെ ഡിവൈസർ അല്ലെങ്കിൽ ഡിവിസർ ഉണ്ടല്ലോ അത് ഡിനോമിനേറ്റർ ആയിട്ട് എഴുതണം 2. നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് മിക്സർ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും, 10 1/2 എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ക്ലിയർ മനസ്സിലായല്ലോ. അപ്പോഴും ബോർഡ് മാസ് ഉപയോഗിച്ച് ചെയ്യാനുള്ള രീതി നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അത് ഫ്രാക്ഷനകത്തിലാണ് നമ്മൾ പഠിച്ചത് അല്ലേ? ഓക്കെ, ബോർഡ് മാസിൻ്റെ ഡീറ്റെയിൽ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് കാണുക, മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഓക്കെ, ഇവിടെ നോക്കിയേ, കുറേ ഡെസിമൽ നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ? 3.6, 36.6, 3.66, 0.36, 3.0. ഇത്രയും ഡെസിമൽ നമ്പേഴ്സ് തന്നു. ഈ ഡെസിമൽ നമ്പേഴ്സ് എല്ലാം കൂടെ കൂട്ടി ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ് കൂട്ടുന്നത്? ആദ്യത്തെ നമ്പർ 3.6 അല്ലേ? ഇനി അടുത്ത നമ്പർ നമ്മൾ എടുത്തെഴുതുമ്പോൾ ഈ ഡെസിമൽ പോയിൻ്റ് ഉണ്ടല്ലോ, അത് ദേ ഇവിടെ കിടക്കുന്ന ഡെസിമൽ പോയിൻറ്റിനെ നേരെ താഴെ എഴുതണം. മനസ്സിലായോ? താഴെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 36 കണ്ടോ, ഇപ്പുറത്ത് 6. അതേപോലെ എല്ലാ നമ്പരും ഡെസിമൽ പോയിൻ്റ് എല്ലാം നേരെ വരുന്ന രീതിയിൽ എഴുതുക. 3.66, അടുത്ത 0.36, അടുത്തത് 3.0 കണ്ടോ. ഇങ്ങനെ നിരത്തി എഴുതിയിട്ട് ഇതെല്ലാം കൂടെ കൂട്ടണം. കണ്ടോ, സിമ്പിൾ സൈൻ ഉണ്ടല്ലോ, നോക്കിയേ, ഇതെല്ലാം ഇങ്ങനെ നേരെ 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 വരണം. അതനുസരിച്ച് എഴുതുക. അതിനുശേഷം ഇവിടെ നോക്കിയേ, ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട് അല്ലേ? അപ്പോൾ ഏറ്റവും കൂടുതൽ സ്ഥാനം 2 ആണ്. 2 ഡിജിറ്റാണ് ഏറ്റവും കൂടുതലുള്ളത്. എല്ലായിടവും ഈ 2 ഡിജിറ്റ് ആക്കുക, 2 ഡിജിറ്റ് വീതം ആക്കുക. അതിനെന്ത് ചെയ്താൽ മതി, ഇതേ ഇവിടെ എല്ലാം ഓരോ 0 ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, എല്ലായിടവും 2 ഡിജിറ്റ് ആയല്ലോ. മനസ്സിലായോ? ഇനി സാധാ കൂട്ടുന്ന പോലെ നമ്മൾ കൂട്ടി എഴുതുക. 6 + 6 എത്ര കിട്ടും, 12. 12 2 ബാലൻസ് 1. ഇനി 6 1 7, 7 6 13, 19, 22. നമ്മൾ 2 എഴുതുന്നു, ബാലൻസ് 2. ഇനി ഈ ഡെസിമൽ പോയിൻ്റ് എല്ലാം കിടക്കുന്നുണ്ടോ, ഈ ഡെസിമൽ പോയിൻ്റ് എല്ലാം അതിന് നേരെ നമ്മുടെ ആൻസറിലും എന്തിട്ട് കൊടുക്കുക, ഡെസിമൽ ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് 3 + 2 5, 5 + 6 11, 11 + 3 14, 14 + 3 17. അപ്പോൾ 17 7 എഴുതുന്നു, ബാലൻസ് 1. ദെൻ 1 + 3 ആൻസർ 47. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടി, 47.22 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് കൂട്ടാൻ തന്നെ എന്ത് ചെയ്യുക, ആ ഡെസിമൽ എല്ലാം നേരെ വരുന്ന രീതിയിൽ നമ്മുടെ നമ്പേഴ്സ് എഴുതുക. ദെൻ ഏതെങ്കിലും നമ്പേഴ്സ് ഡെസിമലിൻ്റെ ഇപ്പുറത്ത് നമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ അവിടെ എല്ലാം എന്തിട്ട് കൊടുക്കുക, 0 ഇട്ട് കറക്റ്റ് നമ്പർ ഡിജിറ്റ് ആക്കിയിട്ട് നമ്മൾ കൂട്ടുക. ഇനി 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 0 ഇട്ടില്ലെങ്കിലും നിങ്ങളതിങ്ങനെ കൂട്ടി എഴുതിയാൽ മതി. 0 ഇടുന്നത് നമുക്കത് 2 ഡിജിറ്റ് ആക്കാൻ വേണ്ടി ഒരു 0 ഇടുന്നതാണ്. ഓക്കെ ആണല്ലോ? കുറയ്ക്കാൻ തന്നാലും വലിയ നമ്പേഴ്സ് ആദ്യം എഴുതി ഇത് അങ്ങനെ കുറയ്ക്കുക. മനസ്സിലായല്ലോ? ഡെസിമലിൻ്റെ ഒരു ഡീറ്റെയിൽസ് ക്ലാസ് പിന്നീട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ ഓപ്പറേഷൻസ്, ഡെസിമൽ കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ എന്നുള്ള ക്ലാസ് നമുക്ക് എടുക്കുന്നതായിരിക്കും. വരും വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2.5 into 4.8 plus 7.2 into 1.5 minus 1.2 into 14. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോൾ എന്ത് കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഒന്നിൽ കൂടുതൽ ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് റൂളാണ് എടുക്കുന്നത്, ബോർഡ് മാസ് എന്ന് പറയുന്ന റൂളാണ് അല്ലേ? ബോർഡ് മാസിനകത്ത് ആദ്യം ബ്രാക്കറ്റ്, ഇവിടെ ബ്രാക്കറ്റ് ഒന്നും കൊടുത്തിട്ടില്ല, ഓർഡർ അല്ലെങ്കിൽ ഓഫ് അതും കൊടുത്തിട്ടില്ല. അടുത്ത ഡിവിഷൻ, ഇവിടെ ഡിവിഷൻ എന്തെങ്കിലും ഉണ്ടോ, അതുമില്ല. അപ്പോൾ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ ഇത് 2.5 into 4.8 ഉണ്ട്, 7.2 into 1.5 ഉണ്ട്, 1.2 into 14 ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഇത് ഏത് നമ്പേഴ്സാണ് തന്നേക്കുന്നത്, ഡെസിമൽ നമ്പേഴ്സാണ് നമുക്ക് തന്നേക്കുന്നത്.
ഏത് നമ്പറാണ് തന്നേക്കുന്നത്? ഡെസിമൽ നമ്പേഴ്സ്. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ ഗുണിക്കാം? അപ്പം കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ കൂട്ടാം കുറയ്ക്കാം എന്ന് നമ്മൾ പഠിച്ചു. ഇനി ഡെസിമൽ നമ്പേഴ്സ് എങ്ങനെ ഗുണിക്കാം? ഓക്കെ, 2.5 × 4.8 ആദ്യത്തെ ഡെസിമൽ നമ്പർ എടുക്കുക. അതിന് ഗുണിക്കാൻ തന്നു കഴിഞ്ഞാൽ, രണ്ട് ഡെസിമൽ നമ്പേഴ്സിനെ ഗുണിക്കാൻ തന്നാൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അവിടെ ഉള്ള ആ ഡെസിമൽ പോയിൻ്റ് അങ്ങ് മാറ്റിയിട്ട് സാധാ നമ്പറാക്കി ഗുണിക്കുക. 2.5 അതിനകത്ത് നിന്ന് ആ പോയിൻ്റ് എടുത്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഏതാ? 25 അല്ലേ? അതേപോലെ 4.8 ആ ഡെസിമൽ എടുത്ത് കളഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നമ്പർ ഏതാ? 48 അല്ലേ? ഇനി ഇത് നമ്മൾ സാധാ ഗുണിക്കുന്ന പോലെ ഗുണിക്കുക. എത്ര കിട്ടും? 5 × 8 40 അല്ലേ? 5 × 8 40, ബാലൻസ് 4. 2 × 8 16, 16 4 20. 5 × 4 20, 0, ബാലൻസ് 2. 2 × 4 8, 8 + 2 10. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് എത്ര? 1200 എന്ന് ആൻസർ കിട്ടി. 1200 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ആ ആൻസർ നമ്മളിവിടെ എഴുതുക 1200. ഇനി നോക്കി, ഇനി 2.5-നകത്ത് ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? ഡെസിമൽ കഴിഞ്ഞ് ഒരു ഡിജിറ്റ് ഉണ്ട് ഇവിടെ അല്ലേ? അടുത്ത 4.8-നകത്തിലും ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റ്. അപ്പം ക്വസ്റ്റ്യനകത്തിൽ ഡെസിമൽ കഴിഞ്ഞ് ടോട്ടൽ എത്ര ഡിജിറ്റ് ഉണ്ട്? ടോട്ടൽ 2 ഡിജിറ്റ് ഉണ്ട് അല്ലേ? 2.5-നകത്ത് ഒരു ഡിജിറ്റ് ഉണ്ട്, 4.8-നകത്ത് ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പം ടോട്ടൽ 2 ഡിജിറ്റ് ഉണ്ട് ഡെസിമൽ കഴിഞ്ഞ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറിനകത്തിലും ഡെസിമൽ കഴിയുമ്പം 2 ഡിജിറ്റ് വരണം. നോക്കിയേ, ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് വരണമെങ്കിൽ ഡെസിമൽ എവിടെ കൊടുക്കണം? ദശാംശം ഇവിടെ കൊടുക്കണം. കണ്ടോ? അപ്പം 12.00 എന്ന് ആൻസർ കിട്ടി. 2.5 × 4.8 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 12 വന്ന് കിട്ടും. 12.00. അതിനെ നമ്മൾ 12 വന്ന് വിളിക്കും. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഇനി അതേപോലെ 2 ഡെസിമൽ നമ്പേഴ്സ് ഉണ്ടല്ലോ. ഓക്കെ, ഒന്ന് ഗുണിച്ച് നോക്കിയേ. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? അതിനകത്തുള്ള ഡെസിമൽ എടുത്ത് കളഞ്ഞ് സാധാ നമ്പറാക്കിയിട്ട് ഗുണിക്കണം അല്ലേ? അപ്പം 72-ഉം 15-ഉം ആവും. അപ്പോൾ ഒന്ന് ഗുണിച്ചേ. 2 × 5 10, 0, ശിഷ്ടം 1. 7 × 5 35, 1 36. ദെൻ 2 × 1 2, 7 × 1 7. അപ്പം 0, 6 2 8, 7 3 10. ആൻസർ കിട്ടും 1080 എന്ന ആൻസർ കിട്ടും അല്ലേ? 1080 എന്ന ആൻസർ കിട്ടും. അപ്പോൾ അത് എഴുതാം. 1080. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ഈ 2 നമ്പേഴ്സ് നോക്കാം. 7.2-നകത്ത് ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റ്. 1.5-നകത്ത് ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ട്? ഒരു ഡിജിറ്റ് അല്ലേ? അപ്പം ടോട്ടൽ ഈ ക്വസ്റ്റ്യനകത്ത് 2 ഡിജിറ്റ് ഉണ്ട്. ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് വരുന്നു. അപ്പോൾ ആൻസറിനകത്തിലും ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് വരണം? 2 ഡിജിറ്റ് വരണം. അങ്ങനെയാക്കി ഡെസിമൽ എവിടെ വരും? 10.80 എന്ന് വരും. മനസ്സിലായല്ലോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, അടുത്ത നമ്പർ ഗുണിച്ച് നോക്കാം. അടുത്ത നമ്പർ ഏതൊക്കെയാ? 1.2 × 40. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ഡെസിമലുള്ള നമ്പേഴ്സ് ഡെസിമൽ അങ്ങ് മാറ്റി വെച്ചിട്ട് ഗുണിക്കുക. ഡെസിമൽ മാറ്റുമ്പം 1.2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 12 × 40 അല്ലേ? 14-നകത്ത് ഡെസിമലൊന്നുമില്ല. ദെൻ 14 അതേപോലെ എഴുതി. ഇനി ഇത് നമ്മൾ ഗുണിച്ച് നോക്കിയേ. 2 × 4 8, 1 × 4 4, 1 × 2 2, 1 × 1 1. അപ്പോൾ 8 6 1 അല്ലേ? 168 എന്ന ആൻസർ കിട്ടും അല്ലേ? ആൻസർ എഴുതിയ 168. ഇനി ക്വസ്റ്റ്യനകത്ത് നോക്കണം. നമുക്ക് ക്വസ്റ്റ്യനകത്ത് എത്ര ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കണം. ക്വസ്റ്റ്യനകത്തിൽ ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കിയേ. ഡെസിമൽ കഴിഞ്ഞ് അവിടെ ആകെ ഒരു ഡിജിറ്റേ ഉള്ളൂ ക്വസ്റ്റ്യനകത്ത് അല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഡിജിറ്റ് മാറ്റി എന്ത് ചെയ്യണം? ഈ ഡെസിമൽ കൊടുക്കണം. അപ്പം 16.8 എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി ഇതെല്ലാം കൂടെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? 12-ൻ്റെ കൂടെ 10.8 എന്ത് ചെയ്യണം? കൂട്ടണം. അതിന് ശേഷം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കൂട്ടാം. എങ്ങനെയാണ് കൂട്ടുന്നത്? 2 ഡെസിമൽ നമ്പേഴ്സ് കൂട്ടുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്? നോക്കിയേ. ആദ്യം 12 ആണ് നമ്മുടെ ഡെസിമൽ നമ്പർ അല്ലേ? 12.00 പ്ലസ് അതിൻ്റെ കൂടെ എത്ര കൂട്ടേണ്ടത്? 10.8 കൂട്ടണം.
80 കൂട്ടണം. ആൻസർ എത്ര കിട്ടും നമുക്ക്? 08. ആ ഡെസിമലിന് നേരെ അടുത്ത ഡെസിമൽ ഇടുക, 2. അപ്പം 22.80 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പം 22.80 എന്ന് കിട്ടും. ഇനി അതിൽ നിന്നും എത്ര കുറയ്ക്കണം? 16.8 കുറയ്ക്കണം. കുറച്ച് നോക്കി. 22.80 നിന്നും 80 നമുക്ക് 8 എന്ന് വിളിക്കാം കേട്ടോ, കാരണം ലാസ്റ്റ് വരുന്ന 0 നമ്മൾ ഇടാറില്ല. അപ്പം ഡെസിമൽ കഴിഞ്ഞുള്ളത്. അപ്പോൾ നമുക്ക് 22.8 മൈനസ് 16.8 ചെയ്ത് നോക്കി. 8 നിന്ന് 8 പോയാൽ 0. ആ ഡെസിമൽ നമ്പേഴ്സ് ഡെസിമൽ കിടക്കുന്നതിന് നേരെ നമ്മൾ ഡെസിമൽ ഇട്ടു. ദെൻ 2-ൽ നിന്നും 6 പോയില്ല, അപ്പോൾ നമ്മൾ അടുത്ത് കിടക്കുന്ന 2-ൽ നിന്നും ഒന്ന് കടം മേടിക്കും. അപ്പം 12-ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ ബാക്കി 6. അപ്പോൾ ഇവിടെ എന്തായി? 1 ആയി. 1-ൽ നിന്ന് 1 പോയാൽ 0. അപ്പോൾ ആൻസർ കിട്ടും 6 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? നമ്മുടെ ആൻസർ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ രണ്ട് ഡെസിമൽ നമ്പേഴ്സിന് തമ്മിൽ കൂട്ടാൻ തരുമ്പോൾ കൂട്ടുന്നത് എങ്ങനെയാണ്? ആ ഡെസിമൽ കിടക്കുന്ന രണ്ട് ക്വസ്റ്റ്യനകത്തിലും ഡെസിമൽ നേരെ വരത്തക്ക വിധം എഴുതിയിട്ട് തമ്മിൽ കൂട്ടുക. ഇനി ഗുണിക്കാൻ തരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഗുണിക്കാൻ തരുവാണെങ്കിൽ ആ ഡെസിമൽ മാറ്റി വെച്ചിട്ട് സാധാരണ നമ്പർ ഗുണിക്കുന്ന പോലെ ഗുണിക്കുക. ആൻസറിനകത്തിൽ ക്വസ്റ്റ്യനകത്ത് ഈ ഡെസിമൽ കഴിഞ്ഞ് എത്ര ഡിജിറ്റ് ഉണ്ടോ അത്രയും ഡിജിറ്റ് മാറ്റി ആൻസറിനകത്തിലും ഡെസിമൽ ഇടുക. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് 1/7 of a number is 100 more than its 1/11th part, the number is, then number is. ഇതാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞേക്കുന്നത്? ഒരു നമ്പറിൻ്റെ 1/7 എന്ന് പറയുന്നത്, ഒരു നമ്പറിൻ്റെ 1/7 എന്ന് പറയുന്നത് അതിൻ്റെ 1/11th പാർട്ടിനേക്കാൾ 100 കൂടുതലാണ്. അപ്പോൾ ഒരു നമ്പറിൻ്റെ 1/7 എന്ന് പറയുന്നത്, ഒരു നമ്പറിൻ്റെ 1/7 എന്ന് പറയുന്നത് അതേ നമ്പറിൻ്റെ 1/11നേക്കാൾ 100 കൂടുതലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം, എഴുതി നോക്കാം. ആ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുകയാണെങ്കിൽ, നമ്പർ എക്സ് ആണെങ്കിൽ അതിൻ്റെ 1/7 അല്ലേ? അതിൻ്റെ 1/7 എന്ന് പറയുന്നാൽ 1/x × 1/7 എത്ര കിട്ടും നമുക്ക്? എക്സ് ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെ ഈ ഒരു നമ്പറിൻ്റെ 1/7 എന്ന് പറയുന്നത് അതിൻ്റെ 1/11th പാർട്ടിനേക്കാൾ 100 കൂടുതലാണ്. അപ്പോൾ ഈ എക്സിൻ്റെ 1/7 എന്ന് പറയുന്നത് അതേ എക്സിൻ്റെ 1/11നേക്കാൾ 100 കൂടുതലാണ്. അപ്പോൾ ഈ നമ്പറിൻ്റെ 1/11 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് × 1/11 എക്സ് ഡിവൈഡ് ബൈ 11 എന്ന് പറയാം അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ഒന്ന് നല്ലോണം എഴുതി നോക്കിയേ. ഒരു നമ്പറിൻ്റെ 1/7 എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അത് എന്തിന് ഈക്വൽ ആണ്? അതേ നമ്പറിൻ്റെ 1/11നേക്കാൾ 100 കൂടുതലാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. കണ്ടോ? ഒരു നമ്പറിൻ്റെ 1/7 എന്ന് പറയുന്നത് അതേ നമ്പറിൻ്റെ 1/11നേക്കാൾ 100 കൂടുതലാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ എഴുതി, x/7 = x/11 + 100. ഇനി എന്ത് ചെയ്യുക? എക്സ് ഉള്ള ടേം എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരിക. അപ്പോൾ എക്സ് ഡിവൈഡ് ബൈ 7 ഇവിടെ പ്ലസ് x/11 ആണ്. അതിനെ ഈക്വൽ ടുവിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്താവും? -x/11 ആവും. ഈക്വൽ ടു 100 അല്ലേ? ഓക്കെ, ഇതിനെ എങ്ങനെ ചെയ്യാം? നമ്മൾ രണ്ട് ഫ്രാക്ഷനാണ് അല്ലേ? x/7 എന്ന് പറയുന്നതും x/11 എന്ന് പറയുന്നതും രണ്ട് ഫ്രാക്ഷനാണ്. രണ്ട് ഫ്രാക്ഷൻ കുറയ്ക്കാൻ തരുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ എന്താ? ഇക്വേഷൻ a/b മൈനസ് c/d ഈക്വൽ ടു ad മൈനസ് bc/bd. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? ആ ഇക്വേഷൻ അനുസരിച്ച് ഒന്ന് ചെയ്ത് നോക്കിയേ. x × 11 11x മൈനസ് 7 × x 7x ഡിവൈഡഡ് ബൈ 7 × 11 77 ഈക്വൽ ടു 100. ഇത്രയും മനസ്സിലായല്ലോ? അപ്പോൾ 11x മൈനസ് 7x ഡിവൈഡ് ബൈ 77 ഈക്വൽ ടു 100. ഇനി എന്ത് ചെയ്യണം നോക്കിയേ. ഈ 11x മൈനസ് 7x ഡിവൈഡഡ് ബൈ 77 ഈക്വൽ ടു 100 എന്ന് കിട്ടി.
അല്ലേ? ഓക്കെ, 11x നിന്നും 7x പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 4x. അപ്പം 4x ഡിവൈഡ് ബൈ 77 ഈക്വൽ ടു 100. ഇനി നോക്കിയേ, ഇവിടെ നോക്കിയേ, 4x ഡിവൈഡ് ബൈ 77 ഈക്വൽ ടു 100. നമുക്കിവിടെ എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് എക്സിൻ്റെ ടേം അവിടെ ഇട്ടേക്കുക. 4x ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുന്ന 77 ഉണ്ടല്ലോ, ഡിവൈഡ് ചെയ്തേക്കുന്ന 77 എന്ത് ചെയ്യുക, എടുത്ത് ഈക്വൽ ടുൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുവാണെങ്കിൽ ഈക്വൽ ടുൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, ഇൻറ്റു ആകും, ഗുണനമാകും. അപ്പോൾ 100 ഗുണനം ഇൻറ്റു 77 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. സോ എക്സ് ഈക്വൽ ടു, എക്സിൻ്റെ കൂടെ ഗുണിച്ചിരിക്കുന്ന 4 ഉണ്ടല്ലോ, 4നെ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. എന്താവും അത്, ഇവിടെ ഗുണിച്ചിരിക്കുന്നത് ഇപ്പുറത്ത് വരുമ്പം ഹരണമാകും. അപ്പോൾ 100 ഇൻറ്റു 77 ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. മനസ്സിലായോ? ഇതേ വെട്ടിക്കളയാൻ പറ്റുന്നത് വെട്ടിക്കളഞ്ഞ് 4ഉം 100ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 25 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 25 ഇൻറ്റു 77 എത്ര കിട്ടും, 25 ഇൻറ്റു 77 1925 എന്ന ആൻസർ കിട്ടും. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇഫ് കോസ്റ്റ് ഓഫ് 2/3 പാർട്ട് ഓഫ് ഗുഡ്സ് ഈസ് 2200, then cost of 3/11th part of goods will be. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ഒരു സാധനത്തിൻ്റെ വിലയുടെ 2/3 പാർട്ട് 2200 രൂപയാണ്. അപ്പോൾ ആ സാധനത്തിൻ്റെ വിലയല്ല പറഞ്ഞേക്കുന്നത്, ആ സാധനത്തിൻ്റെ വിലയുടെ 2/3 പാർട്ടെന്ന് പറയുന്നത് 2200 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ആ വിലയുടെ 3/11th പാർട്ട് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞത്? ഒരു വില, ഒരു വസ്തുവിൻ്റെ വില, എന്തോ ഒരു സാധനത്തിൻ്റെ വില, സാധനത്തിൻ്റെ വില എന്താണെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അതിന് എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഈ എക്സിൻ്റെ 2/3 അല്ലെങ്കിൽ ഈ എക്സ് രൂപയുടെ 2/3 പാർട്ടാണ് 2200 എന്നുള്ളത്. അപ്പോൾ ഈ എക്സിൻ്റെ 2/3 പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, 2200 എന്നുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഇതേ വിലയെന്ന് വെച്ചാൽ ആ സാധനത്തിൻ്റെ വില എക്സ് ആണല്ലോ, ഈ എക്സിൻ്റെ 3/11th പാർട്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സിൻ്റെ 3/11th പാർട്ട് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ആദ്യം ആരെ കണ്ടുപിടിക്കണം, ഈ എക്സ്, ഈ യഥാർത്ഥ വില എന്താണെന്ന് കണ്ടുപിടിക്കണം. അതിനിതേ ഇങ്ങോട്ട് നോക്കിയേ, ആ വിലയുടെ 2/3 ഭാഗം 2200 ആണെന്ന് തന്നിട്ടുണ്ടല്ലോ, ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സ് കണ്ടുപിടിക്കാം. എങ്ങനെയാ? ദേ എക്സ് ഇൻറ്റു 2/3 എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിലാണല്ലോ എക്സ് കിടക്കുന്നത്. അപ്പോൾ രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ ഗുണിക്കുമല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ് ഇൻറ്റു 2 എന്നുള്ളതിനെ നമ്മൾ 2x എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 2200. ഇനി നോക്കിയേ, ഛേദത്തിൽ കിടക്കുന്ന 3 ഉണ്ടല്ലോ, കണ്ടോ ഈ 3യെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിവൈഡ് ചെയ്തേക്കുമല്ലേ, 3യെ ഡിവൈഡ് ചെയ്തേക്കുവാണ്, ഇത് ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ അത് ഇവിടെ ഡിവൈഡ് ചെയ്ത സാധനം അപ്പുറത്ത് പോകുമ്പോൾ എന്താവും, മൾട്ടിപ്പിൾ ചെയ്യും അല്ലേ. അപ്പോൾ 2x ഈക്വൽ ടു 2200 ഇൻറ്റു 3 എന്ന് കിട്ടി. മനസ്സിലായോ? ഇവിടെ 3 ഡിവൈഡ് ചെയ്തേക്കുക, 3യെ നമ്മൾ എന്ത് ചെയ്യുക, ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, അത് ഗുണനമാകും. ഇനി നമുക്ക് എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ദെൻ എക്സ് ഈക്വൽ ടു എന്ത് ചെയ്യണം, എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഈക്വൽ ടു, അപ്പം തമ്മിൽ കൂടെ ഗുണിച്ചിരിക്കുന്ന 2 ഉണ്ടല്ലോ, ആ 2നെ അപ്പുറത്തേക്ക്, ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. ആ 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും, അവിടെ ഡിവിഷൻ ആകും അല്ലേ, 2നെ ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2200 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 എന്നുള്ളതാണ് നമ്മുടെ എക്സിൻ്റെ വില. ഒന്ന് ചെയ്ത് നോക്കിയേ, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ, 1100 എന്ന് കിട്ടും. ഇനി 1100 ഇൻറ്റു 3 നമുക്ക് കിട്ടും 3300 എന്ന് കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 3300 ആണ്. എന്ന് വെച്ചാൽ ആ സാധനത്തിൻ്റെ യഥാർത്ഥ വില എന്ന് പറയുന്നത് 3300 രൂപയാണ്. അതിൻ്റെ 2/3 പാർട്ടാണ് 2200 എന്നുള്ളത്. മനസ്സിലായ ക്വസ്റ്റ്യൻ? ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ വിലയുണ്ടല്ലോ 3300, അതിൻ്റെ 3/11th പാർട്ട് കാണണം. 3/11th പാർട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതേ നോക്കിയേ, 3300 അല്ലേ, 3300ൻ്റെ 3/11th പാർട്ട് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 3300 ഇൻറ്റു 3/11 ചെയ്ത് നോക്കിയേ. ദേ ഈ 11ഉം 3300 കൂടെ ക്യാൻസൽ ചെയ്യാമല്ലോ, നമുക്ക് എത്ര കിട്ടും,
100 എന്ന് ആൻസർ കിട്ടും അല്ലേ. നോക്കിയേ, രണ്ടിടത്തും 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം നമുക്ക് എത്ര കിട്ടും? 300 എന്ന് കിട്ടും. 300 × 3 എത്ര കിട്ടും? 900 എന്ന് കിട്ടും. മനസ്സിലായോ? ഡൗട്ട് വല്ലതും ഉണ്ടോ? അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതോ ഒരു സാധനം, ആ സാധനത്തിൻ്റെ വില അറിയില്ല, ആ വിലയുടെ 2/3 പാർട്ടാണ് 2200 എങ്കിൽ ആ വിലയുടെ 3/11 പാർട്ട് എത്രയാണെന്ന് ആണ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട ആ വസ്തുവിൻ്റെ യഥാർത്ഥ വില എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആ സാധനത്തിൻ്റെ വിലയുടെ 2/3 ഭാഗം 2200 ആണ്. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? എക്സ് കണ്ടുപിടിക്കുക, യഥാർത്ഥ വില കണ്ടുപിടിക്കുക. ഇനി ആ യഥാർത്ഥ വിലയുടെ 3/11 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ വില ഇൻറ്റു 3/11. അപ്പോൾ നമുക്ക് കിട്ടും 900 എന്ന് കിട്ടും. മനസ്സിലായോ? ഓക്കെ ആണോ ക്വസ്റ്റ്യൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡെസിമൽ നമ്പേഴ്സ് ആണ് അല്ലേ. എന്ത് തരത്തിലുള്ള ഡെസിമൽ നമ്പേഴ്സ്? അതേ, ഓരോ ഡെസിമൽ നമ്പേഴ്സിൻ്റെയും മേളിൽ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ബാർ സൈൻ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇതെന്താണ്? റക്കറിങ് ഫംഗ്ഷൻ ആണ്, റക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ ആണ് അല്ലേ. എന്ന് വെച്ചാൽ ആവർത്തിക്കുന്ന ഡെസിമൽ ഫ്രാക്ഷൻ ആണ്. 3.31 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 3.31 അങ്ങനെ പോകും അല്ലേ. റക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ ആണ്. നമുക്ക് കൂട്ടാൻ തരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? ദേ നോക്കിയേ, ഓരോ ക്വസ്റ്റ്യനും എടുത്തൊന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് 3.31. ഓക്കെ, ഇതിനെ ഞാൻ താഴെ ഇങ്ങനെ പിരിച്ചെഴുതുക. എത്ര? 3 + 0.31 ഇങ്ങനെ ഞാൻ പിരിച്ചെഴുതുക. കണ്ടോ? 3 + 0.31. ഇനി നോക്കിയേ, ഇത് 3 പ്ലസ് ഇനി 0.31 ഇങ്ങനെ റക്കറിങ് ഫംഗ്ഷൻ വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അതേ നമ്പർ ന്യൂമറേറ്ററിൽ എഴുതും, അതേ നമ്പർ നമ്മുടെ ന്യൂമറേറ്ററിലേക്ക് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിൽ എത്ര ഡിജിറ്റ് ആണോ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇവിടെ എത്ര ഡിജിറ്റാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? 3ഉം 1ഉം അല്ലേ, 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് ഡിജിറ്റ് നോക്കിയിട്ട് ആ നമ്പറിന് ഈക്വലായ 9 ഇട്ട് കൊടുക്കണം. ഇവിടെ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് 2 9 ഇട്ട് കൊടുത്തു. അപ്പം 3.31 എന്നുള്ള നമ്പേഴ്സിനെ ഞാൻ മാറ്റി എഴുതി 3 + 31/99 എന്ന് എഴുതി. മനസ്സിലായോ? ഓക്കെ ആണോ? അടുത്തൊരു നമ്പറിനെ ഞാൻ എഴുതുക. ഇത് 5.55. ഇതിനെ നമുക്ക് അങ്ങനെ എഴുതാമല്ലോ. ആദ്യം എന്ത് ചെയ്യുക? 5 + 55 എന്ന് എഴുതി അല്ലേ. ദെൻ 5നെ അതേപോലെ എഴുതി. 0.55 എന്ന റെക്കറിങ് ഫംഗ്ഷനെ ഒരു ഫ്രാക്ഷനാക്കി മാറ്റുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ അതേ ന്യൂമറേറ്ററിൽ അതേ നമ്പർ എഴുതുക. ഇനി എത്ര ഡിജിറ്റാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിൻ്റെ നമ്പറിനനുസരിച്ചുള്ള 9 കൊടുക്കണം. അപ്പോൾ 5 + 55/99 എന്ന് കിട്ടും. ഇനി അടുത്ത നമ്പർ നോക്കിയേ, 4.28. ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 4 + 0.28 അല്ലേ. ഇനി 4 + 0.28നെ എങ്ങനെ എഴുതാം? 28/99 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 3 നമ്പേഴ്സ്, ഈ 3 നമ്പറിന് പകരം ഞാൻ മറ്റൊരു 3 നമ്പേഴ്സ് കണ്ടുപിടിച്ചല്ലോ. ഇനി അതിനെ നമുക്ക് എടുത്തെഴുതാം. എന്താ? ഫസ്റ്റ് 3 + 31/99 അല്ലേ. ഫസ്റ്റ് നമ്പർ 3 + 31/99 പ്ലസ് ഇത് ഇത്രയും നമ്മൾ ആദ്യം എഴുതിയ നമ്പർ. അടുത്ത നമ്പർ നോക്കിയേ, 5 + 55/99. നോക്കിയേ, 4 - 4 + 28/99. ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി എഴുതിയല്ലോ. അപ്പോൾ റെക്കറിങ് ഡെസിമൽ ഫ്രാക്ഷനാണ് നമുക്ക് കൂട്ടാൻ തരണമെങ്കിൽ എന്ത് ചെയ്യുക? അതിനെ ഒരു റെക്കറിങ് ഫ്രാക്ഷനിലേക്ക് കൺവെർട്ട് ചെയ്തിട്ട് കൂട്ടുക. മനസ്സിലായോ? ഇനി ഇവിടെ നോക്കിയേ, ഇതിനകത്തിലെ പൂർണ്ണ നമ്പേഴ്സ് ഉണ്ടല്ലോ 3, 5, 4. ഇതിനെ ഞാൻ ഇനി പുറത്തേക്ക് എടുക്കുക. അപ്പം 3 + 5 - 4 എന്ന് എഴുതി. മനസ്സിലായോ? ഇതിൽ നിന്നുള്ള പൂർണ്ണ നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ നമ്പേഴ്സിനെ, ഫ്രാക്ഷൻ അല്ലാത്ത നമ്പേഴ്സ്, ആ നമ്പേഴ്സിനെ ഞാൻ ഇനി പുറത്തേക്ക് എടുത്തു. 3 + 5 - 4. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? ബാക്കി എന്തൊക്കെ കിടപ്പുണ്ട്? ഇവിടുത്തെ ഫ്രാക്ഷൻ കിടപ്പുണ്ട് അല്ലേ. 31/9 + 55/99
മൈനസ്, ഇവിടെ മൈനസ് ആയിരിക്കും വരുന്നത്. കാരണം എന്താ, ഇവിടെ കുറയ്ക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഈ മൈനസ് അകത്തേക്ക് കയറ്റി കുടിക്കുമ്പോൾ മൈനസ് ഇൻറ്റു പ്ലസ് എന്ത് വരും, നമുക്ക് മൈനസ് ആയിരിക്കും കേട്ടോ. 28/99. ഇതിനെ ഇങ്ങനെ എഴുതി കണ്ടോ. അപ്പോൾ അതിനകത്തിലെ ഫ്രാക്ഷൻ അല്ലാത്ത നമ്പേഴ്സ് എല്ലാം മാറ്റി എഴുതി. ദെൻ ഫ്രാക്ഷൻസിനെ എല്ലാം കൂടെ ഒന്നിച്ച് എഴുതി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തോ സബ്സ്ട്രാക്ട് ചെയ്തിട്ടോ എന്ത് ഇവർ പറയുന്ന ക്രിയ അത് ചെയ്യുക. എന്ന് കൂട്ടി നോക്കിയേ. 3 + 5 8 അല്ലേ. 3 + 5 8. 8 - 4 ആൻസർ കിട്ടും 4. ഓക്കെ ആണോ? ഓക്കെ. പ്ലസ് നീ ഫ്രാക്ഷൻ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്താ ഫ്രാക്ഷൻ ചെയ്യാൻ, എല്ലാത്തിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ. അപ്പോൾ സെയിം ഡിനോമിനേറ്റർ എഴുതുക. എല്ലാവരുടെയും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് സെയിം ഡിനോമിനേറ്റർ എഴുതി. ഇനി ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടിയാൽ മതി. 31 + 55 - 28 എത്ര കിട്ടും? 31 + 55 - 28 58 എന്ന് കിട്ടും നമുക്ക്. എത്ര കിട്ടും? 4 + ഇത് ഇത്രയും കൂടെ ചെയ്യുമ്പം 58 എന്ന് കിട്ടും. 58/9 99. മനസ്സിലായല്ലോ? ഓക്കെ. ഇതിനെ കണ്ടോ, കിട്ടിയ ആൻസർ കണ്ടോ. ഈ ആൻസറിനെ ഒന്നും മാറ്റി എഴുതിയത് നോക്കിയേ. 4 + 58/99. നോക്കിയേ, ഡിനോമിനേറ്റർ 99 വരുന്നു, 2 9 വരുന്നു. അപ്പം എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്? 0.58 മേളി ഇങ്ങനൊരു വരാം. അതിൻ്റെ ആൻസർ എന്തായിരിക്കും? 99 വന്നു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് വീതം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പം 0.585858 എന്ന് പൊയ്ക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതിൻ്റെ അർത്ഥം ആൻസർ അവസാനം എത്ര കിട്ടും? 4 + 0.58 എത്ര കിട്ടും? 4.58 എന്ന് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആദ്യം എന്ത് ചെയ്തു, ഇങ്ങനെ റെക്കറിങ് ഡെസിമൽ ഫ്രാക്ഷൻ തന്നു, അതിനെ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആഡ് ചെയ്തു അല്ലേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കുറേ ഫ്രാക്ഷൻസ് കൊടുക്കുന്നു, അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. 4/15 5/7 5/17 10/33 8/27. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനെ അസെൻഡിങ് ഓർഡറിൽ എഴുതുക. അസെൻഡിങ് ഓർഡർ എന്ന് വെച്ചാൽ ചെറുതിൽ നിന്നും വലുതിലോട്ട് പോകുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തായിരുന്നു, എങ്ങനെ ഏറ്റവും ചെറുത് ഏത് ഏറ്റവും വലുത് ഏത് എന്ന കമ്പാരിസൺ ചെയ്യാൻ പെട്ടെന്നുള്ള വഴി എന്താ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം അല്ലേ. 4ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 4ഉം 15ഉം തമ്മിൽ 11 ഉണ്ട് അല്ലേ. 4ഉം 15ഉം തമ്മിൽ 11 ഉണ്ട്. 5ഉം 17ഉം തമ്മിൽ 12 ഉണ്ട് അല്ലേ. അപ്പോൾ രണ്ടെണ്ണം ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാ ക്വസ്റ്റ്യനിലും സെയിം അല്ല. അപ്പോൾ നമ്മളത് നോക്കണ്ട, ആ വഴി ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്തൊരു വഴിയുണ്ട്. എന്താ അടുത്ത വഴി? എല്ലാത്തിൻ്റെയും ന്യൂമറേറ്ററിൽ എന്തിട്ട് കൊടുക്കുക? ഓരോ 0 ഇട്ട് കൊടുക്കുക. എല്ലാവരുടെയും ന്യൂമറേറ്ററിൽ ഓരോ 0 ഇട്ട് കൊടുത്തു. എല്ലാവരുടെയും ന്യൂമറേറ്ററിൽ എന്ത് ചെയ്തു? ഓരോ 0 ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെല്ലാം ഡിവൈഡ് ചെയ്ത് നോക്കാം. 40/15 40/15 നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 2.666 എന്ന് പറഞ്ഞിങ്ങനെ ആൻസർ കിട്ടും. ഇങ്ങനെ ആവർത്തിക്കും. 2.666 എന്ന് പറഞ്ഞിങ്ങനെ പോകും. അടുത്തത് 50/17 ചെയ്തു. 50/17 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2.94 എന്ന ആൻസർ കിട്ടും. അടുത്തത് 100/33 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 3.0303 അങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ. ഇനി അടുത്തത് ചെയ്യുമ്പോൾ 80/27 നമുക്ക് ആൻസർ കിട്ടും 2.96 എന്ന ആൻസർ കിട്ടും. ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. 40/15 ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 2.666. 50/17 ചെയ്യുമ്പം 2.94 കിട്ടും. 100/3 ചെയ്യുമ്പം 3.03 കിട്ടും. ദെൻ 80/27 ചെയ്യുമ്പോൾ നമുക്ക് 2.96 ആൻസർ കിട്ടും. ഇനി നോക്കണം, ഇതിനകത്തിൽ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ എഴുതണ്ട അല്ലേ, ഏറ്റവും ചെറുതിൽ നിന്നും വലുതിലോട്ട്. അപ്പോൾ ഇതിനകത്തിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണെന്ന് നോക്കണം. ഓക്കെ, ഏറ്റവും ചെറിയ നമ്പർ. അങ്ങനെയെങ്കിൽ ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏതായിരിക്കും? 4/15. ഇതാണ് ചെറിയ ഫ്രാക്ഷൻ.
മനസ്സിലായോ? അതിന് തൊട്ട് മുകളിലുള്ള ഫ്രാക്ഷൻ ഏതാ? ദേ ഇത്, ഈ നമ്പർ അല്ലേ? അപ്പം അടുത്ത നമ്പർ 5/17. അതിനേക്കാൾ കുറച്ച് വലുതുള്ള നമ്പർ ഏതാ? 2.96 അല്ലേ? അങ്ങനെ ആണെങ്കിൽ അടുത്ത ഫ്രാക്ഷൻ ഏതായിരിക്കും? 8/27. ഇനി ഏറ്റവും വലിയ ഫ്രാക്ഷൻ ഏതാ ഇവിടെ? 10/33. മനസ്സിലായോ? ഇതാണ് അസെൻഡിങ് ഓർഡർ, ചെറുതിൽ നിന്നും വലുതിലേക്ക്. അപ്പോൾ കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനകത്തിൽ അങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എല്ലാ ഫ്രാക്ഷനിലും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും വലിയ ഫ്രാക്ഷൻ, ഏറ്റവും ചെറിയ നമ്പർ ആയിരിക്കും ചെറിയ ഫ്രാക്ഷൻ. ഇനി അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? അടുത്ത രീതി നോക്കുക. എന്താ അടുത്ത രീതി? എല്ലാത്തിൻ്റെയും ന്യൂമറേറ്ററിൽ ഓരോ 0 ഇട്ട് കൊടുക്കുക, ഡിവൈഡ് ചെയ്യുക. ഏറ്റവും വലിയ നമ്പർ വരുന്നത് ഏറ്റവും വലിയ ഫ്രാക്ഷൻ ആയിരിക്കും, ഏറ്റവും ചെറിയ നമ്പർ വരുന്നത് ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ ഇവിടെ കുറേ ഫ്രാക്ഷൻസ് പറയുന്നുണ്ട്. 7/9, 5/7, 3/5. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ ഇതിനെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക. ഇതിൽ ഓർഡറില ഡിസെൻഡിങ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതിൽ നിന്നും ചെറുതിലോട്ട് വരുന്ന രീതിയിൽ എഴുതണം. വലുതിൽ നിന്നും ചെറുതിലോട്ട് വരുന്ന രീതി. അപ്പോൾ ആദ്യത്തെ രീതി നമ്മൾ ചെക്ക് ചെയ്യണം. എന്താ? ഇവിടുത്തെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നോക്കണം. എത്രയാണെന്ന് നോക്കിയേ. ഇവിടുത്തെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും തമ്മിലുള്ള വ്യത്യാസം 7ഉം 9ഉം തമ്മിൽ 2 അല്ലേ? 5ഉം 7ഉം തമ്മിൽ 2, 3ഉം 5ഉം തമ്മിലും 2. അപ്പോൾ ഇവിടുത്തെ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും തമ്മിലുള്ള വ്യത്യാസം എല്ലായിടത്തും എന്തായിരിക്കും? സെയിം ആയിട്ട് വന്നു. അങ്ങനെ സെയിം ആയിട്ട് വരുവാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് വലുതിൽ നിന്ന് ചെറുതിലേക്കല്ലേ പോകേണ്ടത്? ഏറ്റവും വലിയ നമ്പർ വരുന്നതായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ. അങ്ങനെ ആണെങ്കിൽ 7/9 ഇതാണ് ഏറ്റവും വലിയ ഫ്രാക്ഷൻ. അതിന് തൊട്ട് ചെറിയ നമ്പർ ഏതാ? അടുത്ത നമ്പർ വരുന്നത് അല്ലേ? അടുത്ത വലിയ നമ്പർ വരുന്നത് ഏതാ? 5/7. ഏറ്റവും ചെറുതെന്ന് പറയുന്നത് ഏറ്റവും ചെറിയ നമ്പർ വരുന്ന ഫ്രാക്ഷൻ ആയിരിക്കും 3/5. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസെൻഡിങ് ഓർഡർ, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഇതാണ് പെട്ടെന്ന് ചെയ്യാനുള്ള വഴി. എങ്ങനെ? കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻ തരുവാണെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററിൻ്റെയും ഡിനോമിനേറ്ററിൻ്റെയും ഡിഫറൻസ് നോക്കുക. ഡിഫറൻസ് സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഫ്രാക്ഷനകത്ത് വലിയ നമ്പേഴ്സ് കിടക്കുന്നത് വലിയ ഫ്രാക്ഷൻ ആയിരിക്കും, ചെറിയ നമ്പേഴ്സ് കിടക്കുന്നത് ചെറിയ ഫ്രാക്ഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്ന ടോപ്പിക്കിനകത്തിലെ ഓൾമോസ്റ്റ് കണക്ക് നമ്മൾ ചെയ്ത് തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 പാർട്ടിലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് തീർന്നു. കഴിഞ്ഞ പാർട്ട് ഈ പാർട്ടുമായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. അതിനു മുമ്പുണ്ടായിരുന്ന 2 പാർട്ടിലായിട്ട് നമ്മളതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ആ വീഡിയോസ് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ വർക്കൗട്ടിലേക്ക് വരിക. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, താങ്ക് യു.